സർവേഷാം നമസ്കാരഃ. സംസ്കൃത കക്ഷ്യാം പ്രതി സർവേഷാം ഹാർദികം സ്വാഗതം. നമ്മുടെ ഈ ഒരു ഓണപരീക്ഷയ്ക്ക് വരുന്ന 4 മാർക്കിന്റെ ടിപ്പണി ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഉത്തരം നൽകേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നിയേക്കാവുന്ന ഒരു ഭാഗമാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പാകുന്ന ഒരു ഭാഗമാണ് ടിപ്പണി ലേഖനം. നമുക്കറിയാം, ടിപ്പണിക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് അവിടെ തരും. ആ പോയിന്റുകളെ വിശദീകരിച്ച് എഴുതുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ വിശ്വപര്യാവരണ ദിവസഃ, നമുക്കറിയാം നമ്മുടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ കോമൺ ആയിട്ട് പൊതുവായിട്ട് പറയുന്ന ഒരു വിഷയമാണ് പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്ര പോയിന്റുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4ഓ 5ഓ കൃത്യമായിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ പൂർണ്ണമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നോക്കി, നമ്മുടെ ഉദാഹരണം വന്നിരിക്കുന്നത് വിശ്വപര്യാവരണ ദിവസഃ എന്നുള്ള ഒരു ടിപ്പണിയുടെ ഭാഗമാണ് ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. നോക്കാം. ഇവിടെ തന്നിരിക്കുന്നു, അസ്മാൻ പരിതഃ യത് അസ്തി തത് ഏവ പര്യാവരണം കഥ്യത്തെ. അല്ലേ, നമുക്ക് ചുറ്റും എന്താണോ ഉള്ളത് അതിനെയാണ് നമ്മൾ പര്യാവരണം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയും. അപ്പോൾ ഇതേപോലെ ഏത് വിഷയത്തെക്കുറിച്ചാണോ ടിപ്പണി ചോദിക്കുന്നത് അതിനെ കുറിച്ചൊരു ആമുഖമായിട്ട് നമുക്ക് ഇതേപോലെ ഒരു സെന്റൻസ് എഴുതാം. അല്ലേ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സംസ്കൃത സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ കവികളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലോ പൊതുവായിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പോയിന്റ് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. രണ്ടാമത് നോക്കി, പ്രതിവർഷം ജൂൺ മാസസ്യ പഞ്ചമേ ദിനാങ്കേ വിശ്വപര്യാവരണ ദിവസഃ ആയോജ്യത്തെ. അല്ലേ, എല്ലാ വർഷവും ജൂൺ 5ാം തീയതിയാണ് വിശ്വപര്യാവരണ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അതേപോലെ കാളിദാസനെ കുറിച്ചോ മറ്റ് ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം. അല്ലേ, സംസ്കൃത സാഹിത്യം അതിവിപുലം ഭവതി എന്നൊക്കെ എന്ത് ചെയ്യാം, ജനറൽ ആയിട്ട് എഴുതാം. അതേപോലെ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് നോക്കി, അസ്യ ദിവസസ്യ മുഖ്യഃ ഉദ്ദേശ്യഃ പര്യാവരണസ്യ രക്ഷ അസ്തി. അപ്പോൾ ഈ ഒരു ദിവസത്തിന്റെ എന്താണ് മുഖ്യമായിട്ടുള്ള ഉദ്ദേശം, എന്താണ്? പര്യാവരണസ്യ രക്ഷ അസ്തി. അല്ലെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. അടുത്തത് നാലാമത്തെ പോയിന്റ് നമുക്ക് എഴുതാം, അധുന ജലം വായുഹു മൃത്തികാച്ച ദൂഷിതാഹ സന്ധി. ഇന്ന് വെള്ളവും അതേപോലെ വായുവും മണ്ണും ഒക്കെ എന്താവുന്നുണ്ട്, നശിക്കുന്നുണ്ട് അല്ലെങ്കിൽ മലിനമാവുന്നുണ്ട്. പര്യാവരണസ്യ രക്ഷണായ വൃക്ഷാഹ അതീവ ആവശ്യകാഹ സന്ധി. അല്ലെ, സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പമുള്ള പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൂട്ടിച്ചേർത്ത് എഴുതാൻ കഴിയും. ആ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൃക്ഷങ്ങൾ വളരെയധികം ആവശ്യമാണ്. ഇതേപോലെയുള്ള ലഘുവായിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടിപ്പണി നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കണം, നമ്മുടെ അധ്യാപകർ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരിക്കൽ കൂടി ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്, പൂർണ്ണമായിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കണം. അല്ലേ, അതേപോലെ നമുക്കറിയാം, എപ്പോഴും ഏത് വിഷയത്തെക്കുറിച്ചാണോ പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് ഒരു ഹെഡിങ്, കൃത്യമായിട്ടുള്ള ഒരു തലക്കെട്ട്, ശീർഷകം നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. അല്ലേ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉദാഹരണമായി തന്നിരിക്കുന്നത് വിശ്വപര്യാവരണ ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വിശദീകരിച്ച് എഴുതുന്നു. അവസാനം നോക്കൂ, അസ്മാഭിഹി അധികേന അധികം വൃക്ഷാഹ രോപണീയഃ. അല്ലെ, നമ്മൾ ഒരുപാട് മരങ്ങൾ നമ്മൾ നട്ട് വളർത്തേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ആദ്യത്തെ പാഠഭാഗങ്ങൾ പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് രണ്ടാമത്തെ പാഠഭാഗവും അവിടെ പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ടിപ്പണി 8ലും 9ലും 10ലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകൾ നമുക്ക് അവിടെ ഉൾപ്പെടുത്താൻ കഴിയും. വൃക്ഷാഹ അസ്മഭ്യം ശുദ്ധം വായും ഫലാനി ഛായാം ച യച്ഛന്തി. അല്ലേ, വൃക്ഷങ്ങൾ നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്, ശുദ്ധമായിട്ടുള്ള വായു, ഓക്സിജൻ തരുന്നുണ്ട്, ഫലങ്ങൾ തരുന്നുണ്ട്, അതേപോലെ തണലും തരുന്നുണ്ട്. അല്ലേ, പര്യാവരണസ്യ രക്ഷണേന ഏവ അസ്മാകം ജീവനം സുരക്ഷിതം ഭവിഷ്യതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ടിപ്പണി അവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലേ, പ്രകൃതിയെ ജീവിതം സുരക്ഷിതമാവുന്നു. ഇനിയിപ്പോൾ 9ാം ക്ലാസ്സിലാണ് ടിപ്പണി ചോദിക്കുന്നതെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കാം. അല്ലേ, അപ്പോൾ എന്താണ് ആരോഗ്യം എന്ന് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം. ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നും നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലേ, പ്രകൃതിയുമായി ചോദിക്കാം, ആരോഗ്യവുമായി ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള 4ഓ 5ഓ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അല്ലേ, അപ്പോൾ അതെങ്ങനെ ഒരു സെന്റൻസ് ആക്കി മാറ്റാൻ കഴിയും നമുക്കറിയാം. അല്ലേ, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് ക്രിയാപദ സഹിതമായിട്ട് എഴുതാൻ കഴിയണം. അപ്പോൾ ഇങ്ങനെ നമുക്കറിയുന്ന വിഷയങ്ങളിൽ
നമുക്കറിയാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു 90% പദങ്ങൾ നമ്മൾ എവിടെ നിന്ന് എടുത്താണ്? സംസ്കൃത ഭാഷയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായ ഒരു സെന്റൻസ് നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ ചെയ്യേണ്ട കാര്യം മനസ്സിലേക്ക് ആ ആശയത്തെക്കുറിച്ച് കൃത്യമായിട്ട് മലയാളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സംസ്കൃത ഭാഷയിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ഈ രീതിയിൽ വളരെ സരളമായ രീതിയിൽ ടിപ്പണിയുടെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാൻ കഴിയും. ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ വിശ്വപര്യാവരണ ദിവസം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ മാർക്ക് മുഴുവൻ വാങ്ങും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു പരീക്ഷ ആശംസിക്കുന്നു.